വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കുന്ന ഈ വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തന്ന 3 വിടുതൽ എന്നും വേണമെങ്കിൽ പറയാം, വലിയൊരു കാവലെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തേതായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കുറച്ച് സ്പിരിച്വൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല ദൈവദാസന്മാരിലൂടെയും ദൈവാലോചന അറിയിച്ചു. വളരെ ശക്തമായിട്ടുള്ള പ്രതിസന്ധി അത് വിൽക്കുമ്പോൾ ഉണ്ടാകുമെന്ന്. അതിനനുസരിച്ച് ഞാൻ അത് വിൽക്കുവാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ പാസ്റ്ററിനെ കൊണ്ടിട്ട് പ്രാർത്ഥിപ്പിച്ച് പാസ്റ്റർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് കിട്ടുമ്പോൾ തന്നെ കർത്താവിൻ്റെ രക്തത്തിൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുക, ജീവനോടെ തിരിച്ചെത്തണമെങ്കിൽ, ഇല്ലെങ്കിൽ ശൂന്യമായി പോകുന്ന ഒരു കാഴ്ച കാണുന്നെന്ന്. കൂട്ടത്തിൽ ഒരാളെ കൂടെ ചർച്ചിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ വിളിച്ചുകൊണ്ട് പോകാനിടയെ തീർന്നു. പോയിട്ട് ഞാൻ അതിൻ്റെ അഡ്വാൻസ് വാങ്ങിച്ച് തിരിച്ചു പോകുന്ന ആദ്യത്തെ ബസ്സിൽ കയറി. ഞാൻ കുറച്ച് ദൂരം യാത്ര ചെയ്തു വരുമ്പോൾ കാറ്റില്ല, ഒരു മഴയുമില്ല, ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് 2 പേർ വട്ടം പിടിച്ചാൽ എത്തത്തില്ലാത്തൊരു മരം നേരെ റോഡിലിട്ട് പറഞ്ഞിങ്ങനെ ഞങ്ങൾ കടപുഴുകി വരുന്നത് കണ്ടു. അത് നേരെ വന്ന് വണ്ടിയുടെ ഫ്രണ്ടിലിട്ട് വീണു. വണ്ടി ബ്രേക്ക് പിടിച്ചു. അത് വന്ന് വീണത് ലൈൻ കമ്പിയിലായിട്ടാണ് വീണത്. എന്നാൽ അതിൻ്റെ പോസ്റ്റ് 2 ഒടിഞ്ഞില്ല. ഒരു പോസ്റ്റ് അതിൻ്റെ ഇലക്ട്രിസിറ്റി പോകുന്ന പോസ്റ്റ് ഇരുമ്പല്ല, അതിൻ്റെ കോൺക്രീറ്റ് പോസ്റ്റ്. അത് വളഞ്ഞ് മരം നിലത്തുനിന്ന് മുട്ടുന്നത് വരെയും ആ പോസ്റ്റ് മുമ്പോട്ട് വളഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ സൈഡിൽ നിന്ന പോസ്റ്റല്ല, മുമ്പിൽ നിന്ന് പോസ്റ്റ് വളഞ്ഞു. ആ ലൈൻ കമ്പിയോ അതിൻ്റെ മരത്തിൻ്റെ ചില്ലകളോ ഒന്നും ബസ്സെ തൊടാതെ വണ്ണം ആദ്യത്തെ സംഭവം ഉണ്ടായി. അപ്പോഴും വെച്ച് ഞാൻ ബസ്സിൽ വെച്ച് വിളിച്ച് പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ ആദ്യത്തെ സംഭവമായെന്ന്. രണ്ടാമത് വീണ്ടും വന്നു. ട്രെയിനിൽ കയറി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇരിക്കുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് പോയിട്ട് ഡോറിൻ്റെ സൈഡിൽ നിന്നു. തൊട്ട് ഫ്രണ്ടിലത്തെ ഡോറിൽ നിന്ന ആൾ ട്രെയിനിൽ നിന്ന് ചുമ്മാ നിൽക്കുമ്പോൾ എന്തോ കാറ്റടിച്ച് താഴെ പോകുന്ന പോലെ താഴത്തേക്ക് പോയി അവിടെ വെച്ച് തീർന്നു പോകാനിടയെ തീർന്നു. ഞങ്ങൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ ദൂത് ഇങ്ങനെയായിരുന്നു, തിരിച്ചു വരുമ്പോൾ ശൂന്യമാക്കി കളയുമെന്ന്. ഞാൻ ആ സ്ഥലത്ത് കാലുകുത്തുമ്പോൾ അന്ന് ആ ദേശത്തിൽ നിന്ന് ആദ്യത്തെ ജീവൻ നഷ്ടപ്പെട്ടു. തിരിഞ്ഞ് ഞങ്ങൾ അതുമായി ഇവിടെ വന്നിട്ട് വിത്തിൻ 7 days 7 മരണം ആ ചുറ്റുവട്ടങ്ങൾക്കകത്ത്, പ്രതീക്ഷിക്കാത്ത മേഖലകൾക്കകത്തുണ്ടായി. അതിനുശേഷം അതിൻ്റെ അഡ്വാൻസ് അങ്ങനെ കടന്നു പോകുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാനും മമ്മിയും കൂടെ ആണ് അതിൻ്റെ എഴുതാനും കാര്യങ്ങൾക്കൊക്കെ പോയത്. ഞാൻ എഴുതിക്കൊണ്ടിരുന്ന് അന്ന് സൈൻ ചെയ്തപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇന്നിവിടെ നിൽക്കരുത്, ഇന്ന് തന്നെ ഇവിടുന്ന് മാറിപ്പോയിക്കൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്തോ പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊന്ന് തോന്നി, ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന്. റോഡെല്ലാം എംറ്റി ആയിട്ട് കിടക്കുന്നു, ഒരു വണ്ടിയും വരുന്നില്ല. പക്ഷേ ഞങ്ങൾ 2 പേരും വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരാൾ റോഡിലോട്ട് അങ്ങ് കടന്നുപോയി. സൈഡിൽ നിന്നൊരു വണ്ടി വന്നു, അദ്ദേഹത്തിനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അവിടെ വെച്ച് ഞാൻ പെട്ടെന്ന് ഞാൻ റോയ് ബ്രദറിനെ വിളിച്ചപ്പോൾ റോയ് ബ്രദർ എടുത്തിട്ട് പറയുന്ന സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു, ബ്രദറെ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവാത്മാവിനോട് പറഞ്ഞു രക്തം ചിന്തിക്കുന്ന ഒരു പിശാച് എവിടെയോ ഇളകിയിട്ടുണ്ട്, കാവലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ആ സംഭവം കഴിഞ്ഞ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ചില നാളുകൾക്ക് ശേഷം എനിക്ക് ചെറിയൊരു പനി വന്നങ്ങ് കൂടി. എൻ്റെ പനി 104, 105 അകത്ത് കണ്ടിന്യൂസ് 8 hours ഒക്കെ കണ്ടിന്യൂസ് പനി വരുവാനിടയായി തീർന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് മലേറിയ എന്ന് റെക്കഗ്നൈസ് ചെയ്തു. എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് 9 ഇഞ്ചക്ഷൻ മലേറിയയുടെ കയറി. 4 ഡോസായിട്ട് 9 ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേന് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. എൻ്റെ ശരീരം മുഴുവൻ തടന്നു, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. വളരെ എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രാത്രി ഞാൻ അനുഭവിച്ചത്, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ വേർപെട്ട് പോകുവാൻ വേണ്ടി എന്തോ എന്നിൽ നിന്ന് അങ്ങ് പിടിച്ച് പറിച്ചുകൊണ്ട് പോകുന്ന പോലുള്ളൊരു ഒരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ അകത്തുണ്ടായിരുന്നത്. എന്നാൽ അന്ന് രാത്രികാലം വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പെട്ടെന്ന് അത് റോങ് ആയിട്ട് ഡയഗ്നോസിസ് ചെയ്തതായിരുന്നെന്നും എനിക്ക് ന്യൂമോണിയ ആയിരുന്നെന്നും തിരിച്ചറിയുവാനിടയെ തീർന്നു. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. മൂന്നാമത്തെ കാര്യം, എനിക്ക് കർത്താവ് ഈ വർഷം ഒരു വണ്ടി തന്നു. ഞാൻ ആ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ കാവേരി സർക്കിളിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഞാനൊരു BMTC ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുന്നു. ഫ്രണ്ടിൽ വന്നപ്പോൾ സിഗ്നൽ റെഡായി. ഞാൻ എൻ്റെ വണ്ടി നിർത്തി. ഞാൻ മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ. ഞാൻ വണ്ടി നിർത്തിയിട്ട് എൻ്റെ ബാക്കിൽ ഒരാളുടെ ഞാൻ എന്തോ സംസാരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പോലീസുകാരൻ എന്നെ കൈ കാണിക്കുന്നു, വണ്ടി എടുത്തുകൊണ്ട് ഓടണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഷൗട്ട് ചെയ്തു കന്നഡയിൽ. ഞാൻ എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു വല്ല മിനിസ്റ്റേഴ്സ് ആയിരിക്കും ബാക്കിലെന്ന്. പക്ഷേ ഞാൻ കണ്ണാടിയിൽ നോക്കി വണ്ടി എടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായത് പുറകിൽ വന്ന BMTC ബസ് വരുന്നുണ്ട്. അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഇട്ടും കെടുത്തിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ വണ്ടി എൻ്റെ സെൻട്രലായിട്ട് മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ ഈ BMTC ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് അത് മേളിൽ നിന്ന് ആ ഇറക്കത്തിൽ നിന്ന്
നിന്ന് ഇറങ്ങി വന്നത്, ഞാൻ കണ്ടില്ല. പക്ഷേ ഈ പോലീസുകാരനെ എങ്ങനെ കണ്ടുവെന്നും എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് മാറാൻ വേണ്ടി പറഞ്ഞു. വിത്തിൻ ഒരു സെക്കൻഡ്സിൻ്റെ ചെറിയൊരു അംശത്തിൻ്റെ അകത്ത് എൻ്റെ വണ്ടി മുമ്പോട്ട് മാറുകയും ആ വണ്ടി ഞാൻ കണ്ടു നേരെ വന്ന് ഞാൻ വണ്ടി വെച്ചിരുന്ന സ്ഥലത്ത് കൂടെ വണ്ടി പെട്ടെന്ന് വന്നങ്ങ് കടന്നുപോയി. BMTC ബസ് സൈഡിലോട്ട് മാറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണുവാനിടയായി തീർന്നു. ഈ 3 കാര്യത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ ലൈഫിനെതിരെ വന്ന ഈ 3 കാര്യങ്ങൾക്കകത്തുനിന്ന് ദൈവം ഈ വർഷം വിടുവിച്ചു, അനുഗ്രഹിച്ചു. സമയം തന്ന പാസ്റ്ററിനോടെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ദിവസം